ഹലോ ഗെയിമേഴ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന കാർ ഫോർ സെയിലാണ് കേട്ടോ. അപ്പോൾ കാർ ഫോർ സെയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാറ്. അപ്പോൾ ഗെയിം പ്ലേയിലിട്ട് പോകുന്നതിന് മുമ്പേ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഗെയിം ഇവിടെ ഓപ്പൺ ആയിക്കണം കേട്ടോ. വെൽക്കം ടു കാർ ഫോർ സെയിൽ 2023 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ട്യൂട്ടോറിയലാണ് നമുക്ക് വരുന്നത്. നമുക്ക് നേരെ ഇതൊക്കെ ആദ്യം ഫസ്റ്റ് ക്ലീൻ ആക്കി തുടങ്ങാം. ഇത് ഫുള്ള് ക്ലീൻ ആക്കണം കേട്ടോ, എന്നാലും നമ്മുടെ ട്യൂട്ടോറിയൽ 18 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒരു കോർണറൊക്കെ ഉണ്ട്, പിന്നെ കോർണർ പിന്നെ ഒരു കാർ പൊട്ടിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ജനാലിൻ്റെ അവിടെ ഫുള്ള് പട്ടിക കേട്ടോ. പട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഫുള്ള് വിടിയിപ്പിച്ചെടുത്താണ് വരാം. അങ്ങനെ അത് നമ്മൾ ഫുള്ള് ഇതാക്കി ഇനി നമുക്ക് നേരെ കാർ ഫോർ സെയിൽ എന്നാണ് നമ്മളെ കമ്പനീൻ്റെ പേര് കിടക്കുന്നത്. ഇപ്പോൾ ഓഫീസിൻ്റെ നമുക്ക് നേരെ ഡോറ് തുറന്ന് കണ്ട് നേരെ കയറാം. നമ്മൾ കമ്പ്യൂട്ടറാണ്, നമ്മൾ പേരൊന്ന് മാറ്റണം ഇതിൻ്റെ. അപ്പോൾ നമുക്ക് പേര് ടോപ്പ് കാർസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മളെ പേരാണ് കാറിൻ്റെ പുതിയ ഷോപ്പിൻ്റെ പേരാണ് ടോപ്പ് കാർസ്. അങ്ങനെ നമ്മളെ പുതിയ ഷോപ്പിൻ്റെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ട്രാവൽ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നെയ്ബർഹുഡിലാണ് ട്രാവൽ ചെയ്യാനുള്ളത്. അപ്പം നേരെ ബസ് സ്റ്റോപ്പ് നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പിൻ്റെ നേരെ സൈഡിൽ തന്നെ ബസ് സ്റ്റോപ്പ്. നമുക്ക് നേരെ നെയ്ബർഹുഡിൽ പോവാം. അപ്പോൾ നെയ്ബർഹുഡ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് നേരെ ട്രാവലിംഗ്. അപ്പോൾ നെയ്ബർഹുഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ബർഹുഡിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഒരു കാറാണ് ഫസ്റ്റ് വേണ്ടത്. അവിടെ മുന്തിയ കാറുകളൊക്കെ എടുത്തിട്ടുണ്ടാവും, നമുക്ക് പറ്റൂല. ആദ്യം നമ്മൾ 7400 രൂപ ഉള്ളൂ കേട്ടോ, ഡോളറുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോണ്ടൻ്റെ വണ്ടി എടുക്കുന്നുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ഹോണ്ടൻ്റെ വണ്ടിയാണ്. ഇതെന്താ ചേച്ചിൻ്റെ കാലെന്താ അടിക്ക് വയ്ക്കണം? ചേച്ചി നീച്ചിക്കല്ല വിളിക്കും. നമുക്ക് ചേച്ചിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കുറേ ട്യൂട്ടോറിയലാണ്. അപ്പോൾ 1750 പറയുന്നത്. അപ്പോൾ നമുക്ക് ബാർഗെയിനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരെ ബൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചേച്ചി കാറിനെടുത്ത് തന്നിക്കണേ. അപ്പോൾ നമുക്ക് നേരെ എൻ്റർ ചെയ്തിട്ട് നേരെ കയറാം. ഓക്കെ കേട്ടോ, നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇനി നമുക്ക് നേരെ വണ്ടി വിടാം. നേരെ നമ്മൾ ഓഫീസ് കണ്ട ആദ്യം തന്നെ പോണേ. ഓഫീസിൽ പോയിട്ട് വണ്ടി കുറേ ഡാമേജ് ഉണ്ട്, അതൊന്നും വിഷയമാക്കണ്ട. ഫസ്റ്റ് തന്നെ നമുക്ക് ആകെ $5110 ഉള്ളൂ. നമുക്ക് സേവ് ചെയ്തേക്കണം. അടുത്ത കാറ് എങ്ങനെയായാലും അത്യാവശ്യം ഡോളർ എങ്ങനെയായാലും പൊട്ടും. അപ്പോൾ നമുക്കത് സേവ് ചെയ്ത് എങ്ങനെയായാലും വെക്കണം. അപ്പോൾ റോഡിപ്പം കൂടി ഒന്നും നമുക്ക് കറക്റ്റ് പോകണമെന്നില്ല കേട്ടോ. നമ്മളെ ഓഫീസ് പോലെ തൊട്ടടുത്ത് തന്നെ ഒക്കെ എടുത്തതാണ് കേട്ടോ. നമുക്ക് നേരെ ഈ സൈഡിൽ കൂടിയാണ് നമ്മളെ വർക്ക്ഷോപ്പാണ് ആകെ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഓപ്ഷൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാറിന് ചെറിയൊരു ഇതുണ്ട് കേട്ടോ, കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റ് വണ്ടി കണ്ട് പോണില്ല. തട്ടി മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കണം. അപ്പോൾ നമ്മളെ വഴിയും ചെറുതായിട്ടൊരു ഡാമേജ് ഉണ്ടായിന്. നമ്മൾ കറക്റ്റ് ക്യാമറ ഒന്ന് ലെവലാക്കിയിട്ട് ബാക്ക് എടുത്ത് കണ്ട് വെക്കാം. കറക്റ്റ് അങ്ങോട്ട് ലെവൽ ചെയ്തിട്ടോ, ബാക്ക് കറക്റ്റ് നോക്കി അവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാം. കമ്പ്യൂട്ടർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സെയിലിനിടയിൽ കൊടുത്താം. സെയിലിന് നമ്മളൊരു 1750 മേടിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ലാഭം കിട്ടണ്ടേ. അപ്പോൾ നമുക്കൊരു 5000 ഗെയ്സ്. ഓക്കെ, 5000 അതാവും നല്ലത്. അപ്പോൾ നമുക്ക് നേരെ 5000 കേട്ടോ. അപ്പോൾ നമുക്ക് 5000 കൊണ്ട് ക്ലിക്ക് ചെയ്ത് കണ്ട് നേരെ സെയിലിന് അങ്ങോട്ട് ഇടാം. ഇനി കസ്റ്റമറെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. ഇപ്പം നമ്മൾ കസ്റ്റമറെ നേരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കാറിന് സെയിലിന് ഇട്ടിരിക്കുന്ന പുറത്ത് ഇനി കസ്റ്റമർ വരുവോളം വെയിറ്റ് ചെയ്യണം. 3 കസ്റ്റമർക്ക് അതിട്ട് കേസ് വരുന്നത്. ഫസ്റ്റ് 3 അമ്മച്ചിമാരാണ്. നമുക്ക് ഫസ്റ്റ് ആ വെള്ള ടീഷർട്ട് ഇരിക്കാം, അമ്മച്ചിനോട് ഇരിക്കാം. വണ്ടിക്കല്ല ഡാമേജും പിന്നെ പെയിൻറ്റും ഫ്യൂലൊക്കെ കുറവാട്ടോ, നല്ല ഡേർട്ടി വേണം. 5000 ചേച്ചി തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ചേച്ചിക്ക് നേരെ 5000 തന്നെയാണ് നേരെ സെയിൽ ചെയ്യാം. സെയിൽ ചെയ്ത പാടെ തന്നെ നൈറ്റായിട്ട് കേസ് നമ്മുടെ കാർ ഷോപ്പ് ഇതാ. അപ്പോൾ നമുക്ക് ഇനി നേരെ നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കണ്ടെയ്നർ ഉണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഫീസ് നേരെ ക്ലോസ് ചെയ്തുകൊണ്ട് നേരെ നമുക്ക് ബസ് സ്റ്റോപ്പ് കണ്ട് പോവാം. ബസ് സ്റ്റോപ്പ് കണ്ട് എത്തിയിരിക്കുന്നു നമ്മൾ. ഇനി നേരെ കണ്ടെയ്നർ ലാസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ കണ്ട് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളെ പുതിയ വീട് എന്നറിയണത്. താൽക്കാലിക ഒരു കണ്ടെയ്നർ വീട് ഓപ്പൺ ആക്കി നമുക്ക് ഇനി സ്ലീപ്പ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇവിടെ ഏണിങ്സൊക്കെ അവിടെ കാണിച്ചിരുന്നു. 3050 അങ്ങനെ എന്തോ ആണ് നമുക്ക് ലാഭം കിട്ടിയത്. ഇനി ട്രാവൽ ചെയ്തിട്ട് കാർ മാർക്കറ്റ് ഓപ്പൺ ആണ് കേട്ടോ. കാർ മാർക്കറ്റ് കണ്ട് നേരെ വിടാം. അങ്ങനെ നമ്മൾ കാർ മാർക്കറ്റ് കണ്ടെത്തിയിരിക്കുന്ന ഗെയ്സ് ഇതാണ് കേട്ടോ നമ്മളെ പുതിയ കാർ മാർക്കറ്റ്. ഫുള്ള് കാർ തന്നെയാണ്. ആൾക്കാർ നല്ല ഉണ്ട്, നല്ല പൊളി കാറുകൾ കിടക്കുന്നുണ്ട്. BM കേട്ടോ, സീരീസ് 1 ആണ് തോന്നുന്നത്. അതെ ഗെയ്സ്, BM തന്നെ ഇത്. ഇവര് 10,300 എത്രയാണ് ചോദിക്കുന്നത്. നമുക്ക് അതന്നെ കറക്റ്റ് കൊടുക്കാം. നേരെ ബാർഗൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് കൊടുക്കേണ്ടി വരും എങ്ങനെയായാലും. അങ്ങനെ ഞങ്ങൾ BM മേടിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ BM മേടിച്ച് BM നേരെ പോകണ്ടാവും. അമ്മച്ചി മുമ്പെന്ന് അങ്ങോട്ട് മാറി ഇഷ്ടങ്ങളിതാണ്, അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കും. നമ്മൾ നേരെ റോട്ടൊന്നും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഷോപ്പൊക്കെ എത്തിയിട്ട് കാണട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റും കണ്ണി കണ്ട പാടത്തെ കൂടിയൊക്കെ വന്നിട്ട് നമ്മളെ ഷോപ്പ് കണ്ട് എത്തിയിട്ടാണ്. നമ്മളെ ഷോപ്പ് കറക്റ്റായിട്ട് വണ്ടി ലെവലാക്കി ഇടണം. ക്യാമറ ആംഗിൾ അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി കറക്റ്റ് ലെവലാക്കിയിട്ട് അങ്ങോട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ BM ആണ് ഫസ്റ്റ് BM നമ്മൾ ഷോപ്പിൽ അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് തട്ടിയെന്ന് തോന്നും. ഇല്ല അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കണം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് BM. വണ്ടിന് ഫ്യൂവലും ഡാമേജ് ഒക്കെ ഉണ്ട് അധികം. അപ്പോൾ അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട, അടുത്തതിൽ നമുക്ക് സൂപ്പറായിട്ട് ഇതാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നേരെ ബൈ.